ക്ലോത്ത് എടുത്ത് 4ആയി മടക്കുക. 1 2 3 4. തുണി ലെവലാക്കുക. മടക്ക് വശം നമ്മുടെ നേർക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചൊരു സ്ട്രൈറ്റ് ലൈൻ. ഇവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ലെങ്ത് അടയാളപ്പെടുത്തുക. 22 ഇഞ്ചസ് ആണ് ലെങ്ത്. 22 ഇഞ്ച് അടയാളപ്പെടുത്തുക. സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. താഴേക്ക് വീണ്ടും നമുക്ക് ബോട്ടം ഭാഗം മടക്കി അടിക്കാനായി 2 ഇഞ്ചസ് അടയാളപ്പെടുത്തുക. അത് ജോയിൻ ചെയ്ത് വരയ്ക്കുക. ഇനി നമുക്കിവിടെ ഇനി വേസ്റ്റ് റൗണ്ട് 24ൻ്റെ 4 കണ്ടുപിടുത്തുക. 4 6. 6ൻ്റെ കൂടെ 2 ഇഞ്ച് അലവൻസ് കൊടുക്കുക. 2 ഇഞ്ച് അലവൻസ് കൊടുക്കുക. 2 അല്ല 3 വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തുക. ക്രോച്ച് ലെങ്ത് 9.5 കൊടുക്കുന്നു. സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ നമുക്ക് ഇങ്ങേറ്റം വരെ കൊടുക്കാവുന്നതാണ്. കൊടുക്കുക. ഇനി ഇവിടെ ക്രോച്ച് കർവ് അടയാളപ്പെടുത്തുക. സ്കെയിൽ കാണിക്കുന്നത് ക്രോച്ച് കർവ് ഇങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. അത് കഴിഞ്ഞ് ബോട്ടം ഭാഗത്ത് ഇതിൻ്റെ പകുതി, ഇതിപ്പോൾ 11.5, അതിൻ്റെ പകുതി കണ്ടെത്തുക. പകുതി കണ്ടെത്തിയതിന് ശേഷം ഇവിടെ അടിവശം എത്രയാണ് ലൂസ് സെൻറ്റർ കണ്ടെത്തുക. സെൻറ്ററിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ 6 ഇഞ്ചാണ് അടിയിലെ ലൂസ് കൊടുക്കേണ്ടതെങ്കിൽ അതിൻ്റെ പകുതി ഇതൊരു സെൻറ്റർ പോർഷനിൽ വരുന്ന രീതിക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് ക്രോച്ച് ലെങ്തിൽ നിന്ന് താഴേക്കൊരു വര, ഈ സൈഡിൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ കൊടുക്കുക. ഇവിടെ എത്താൻ നേരത്ത് ചെറിയ കർവിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് ഫുള്ള് ഇവിടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ കട്ട് ചെയ്ത് തുണി മാറ്റുക. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമുക്ക് ഇങ്ങനെ മടക്കി തയ്ക്കാനുള്ള ബോട്ടം പോർഷനാണ്. അത് നമ്മൾ ഒരിക്കലും കട്ട് ചെയ്ത് മാറ്റി എടുക്കുന്നില്ല. അതുപോലെ താഴെ ഇങ്ങനെ മടക്കി തയ്ക്കാനുള്ള ബോട്ടം പോർഷനാണ്. അത് നമ്മൾ ഒരിക്കലും വെട്ടി എടുത്ത് മാറ്റുന്നില്ല. ബാക്കി സൈഡുകൾ മാത്രമാണ് വെട്ടിയെടുത്ത് മാറ്റിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്.